وأسروا قولكم أو اجهروا به إنه عليم بذات الصدور. السلام عليكم ورحمة الله. الحمد لله رب العالمين والعاقبة للمتقين ولا عدوان إلا على الظالمين. نصلي ونسلم على أشرف الأنبياء والمرسلين، أما بعد. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحاقة ما الحاقة وما أدراك ما الحاقة كذبت ثمود وعاد بالقارعة فأما ثمود فأهلكوا بالطاغية. ഏറ്റവും സ്നേഹബഹുമാനമുള്ള സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, അള്ളാഹുവിൻ്റെ കൽപ്പനാ നിയമനിർദ്ദേശങ്ങൾ, വിധിവിലക്കുകൾ ജീവിതത്തിലുടനീളം കാത്തു സൂക്ഷിക്കണേ എന്ന് ഏവരോടും ഏറെ ഗൗരവത്തോടെ വസിയ്യത്ത് നൽകുകയാണ്, ഉപദേശിക്കുകയാണ്. അള്ളാഹു അതിന് നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. വിശുദ്ധ ഖുർആനിലൂടെ റബ്ബ് സുബ്ഹാനഹു വ തആല നൽകിയിട്ടുള്ള നിർദ്ദേശങ്ങളെ, താക്കീതുകളെ, നിയമങ്ങളെ പാലിക്കുവാനും അതിനനുസരിച്ച് ജീവിതത്തെ ചിട്ടപ്പെടുത്തുവാനും അള്ളാഹു നമുക്കൊക്കെ തൗഫീഖ് നൽകുമാറാവട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ ധാരാളം ആളുകളുണ്ട്. ഈ അടുത്ത് മരണപ്പെട്ട അബൂബക്കർ ഹാജി അടക്കമുള്ള ആളുകൾ. എല്ലാവരുടെയും ഖബറുകളെ അള്ളാഹു വിശാലമാക്കി കൊടുക്കുമാറാവട്ടെ. അവരെയും നമ്മയും അള്ളാഹുവിൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ അള്ളാഹു ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ. ആമീൻ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, 7ാം ഘട്ടത്തിലെ 4ാം റൗണ്ടിലേക്ക് നാം പ്രവേശിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് 4ാം റൗണ്ടിൽ 69ാം അധ്യായമായ സൂറത്തുൽ അൽ-ഹാഖയാണ് നാം ആദ്യമായി പഠിക്കുന്നത്. ഹാഖ എന്നാൽ യഥാർത്ഥ സംഭവം എന്നാണ് അതിൻ്റെ അർത്ഥം. ഹക്ക് യഥാർത്ഥം, ഹാഖ യഥാർത്ഥ സംഭവം. മറ്റു പല സംഭവങ്ങളുണ്ട്, അത് യാഥാർത്ഥ്യമാകാം, അത് യാഥാർത്ഥ്യമാകാം. പക്ഷെ ഇവിടെ അൽ-ഹാഖ യഥാർത്ഥ സംഭവം എന്നതുകൊണ്ട് അല്ലാഹു തആല നമ്മെ ബോധ്യപ്പെടുത്തി തരുന്നത് പരലോകവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്, അന്ത്യനാളുമായി ബന്ധപ്പെട്ടാണ്. സൂറത്തുൽ ഹാഖയിൽ 52 ആയത്തുകളാണ് ആകെയുള്ളത്. അതിലെ 5 ആയത്തുകളാണ് ഇൻഷാ അല്ലാഹ് നാം പഠിക്കുന്നത്. അതിനു മുമ്പ് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല അന്ത്യനാളിന് വിവിധ നാമങ്ങൾ നൽകിയതായി കാണാവുന്നതാണ്. ഖിയാമത്ത് നാളിന് വിവിധ പേരുകളുണ്ട് അള്ളാഹു പരിചയപ്പെടുത്തിയത്. ഓരോ പേരുകളും ആ അന്ത്യനാളിൻ്റെ ഗൗരവത്തെയും അതിൻ്റെ പ്രാധാന്യത്തെയും കുറിക്കുന്ന പേരുകളാണ്. ചില പേരുകൾ ആമുഖത്തിൽ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ്. വിശുദ്ധ ഖുർആനിൽ അന്ത്യനാളിന് അല്ലാഹു തആല പറഞ്ഞ ചില നാമങ്ങൾ, അതിൻ്റെ അർത്ഥങ്ങളും ആദ്യം നമുക്ക് നോക്കാം. അന്ത്യനാളിൻ്റെ പേരുകളുടെ കൂട്ടത്തിൽ വളരെ പ്രധാനമായ ഒന്ന്, നിരന്തരമായി നമ്മൾ പറയുന്ന ഒന്നാണ് അൽ യൗമിൽ ആഖിർ. അതിൻ്റെ അർത്ഥം അവസാന നാൾ, അന്ത്യനാൾ എന്നാണ്. വിശുദ്ധ ഖുർആനിൽ വിവിധങ്ങളായ സ്ഥലങ്ങളിൽ അള്ളാഹു ഈ പദം പ്രയോഗിച്ചിട്ടുണ്ട്. ആ ദിവസത്തിന് ശേഷം മറ്റൊരു ദിവസം ഇല്ല. ഏറ്റവും അവസാനത്തെ ദിവസം അത് അന്ത്യനാളാണ്. അതുകൊണ്ടാണ് അവിടെ യൗമുൽ ആഖിർ എന്ന് അള്ളാഹു പറഞ്ഞത്. മറ്റൊരു പ്രയോഗം യൗമുൽ ഖിയാമ എന്നാണ്. ഖിയാമത്ത് നാൾ, അത് നിരന്തരമായി നമ്മൾ പറയുന്ന ഒരു പ്രയോഗമാണ്. ഖിയാമത്ത് നാൾ എന്നാൽ നിൽക്കുന്ന ദിവസം എന്നാണ്. ഖിയാമ, നിൽക്കുക. യൗമുൽ ഖിയാമ, നിൽക്കുന്ന ദിവസം. മനുഷ്യരും ഇതര സൃഷ്ടികളും എല്ലാം റഹ്മാനായ റബ്ബിന്റെ മുമ്പിൽ നിൽക്കുന്ന ഒരു ദിവസം അല്ലേ? അന്ത്യസമയം നിലവിൽ വരുന്ന ദിവസം. കുറ്റവാളികൾ യൗമ തഖൂമുസ്സാഅ, അന്ത്യസമയം നിലവിൽ വരുന്ന ദിവസം കുറ്റവാളികൾ എല്ലാവിധ ആശയും അറ്റവരാകും എന്ന് വിശുദ്ധ ഖുർആനിൽ അള്ളാഹു പറഞ്ഞതായി കാണാവുന്നതാണ്. ഖിയാമത്തിന് മറ്റൊരു അർത്ഥം നിലവിൽ വരുന്നത് എന്നതാണ്.
നിലവിൽ വരുന്നത്, എന്നാൽ അന്ത്യസമയം നിലവിൽ വരുന്ന ദിവസം എന്ന് അതിന് ഒരു അർത്ഥമുണ്ട്. അപ്പൊ യൗമുൽ ആഖിർ എന്നൊരർത്ഥം, എന്നൊരു പേര്. മറ്റൊന്ന് യൗമുൽ ഖിയാമ, മറ്റൊന്ന് യൗമുദ്ദീൻ എന്നാണ്, പ്രതിഫല ദിവസം. മനുഷ്യരാകുന്ന എനിക്കും നിങ്ങൾക്കുമൊക്കെ ഭൗതികമായ ജീവിതത്തിൽ നമ്മൾ ചെയ്ത കർമ്മങ്ങളുടെ അടിസ്ഥാനത്തിൽ പ്രതിഫലം, അത് രക്ഷയാകാം ശിക്ഷയാകാം, ആ പ്രതിഫലം നൽകപ്പെടുന്ന ദിവസമായതിനാൽ അതിന് ആ പേര് ലഭിച്ചു. നമ്മൾ ദിവസവും പാരായണം ചെയ്യുന്ന സൂറത്തുൽ ഫാത്തിഹയിൽ മാലികി യൗമിദ്ദീൻ, പ്രതിഫല നാളിന്റെ ഉടമസ്ഥൻ എന്ന് അല്ലാഹു പറഞ്ഞില്ലേ. അപ്പൊ അന്ത്യനാളിന്റെ മറ്റൊരു പേര് യൗമുദ്ദീൻ എന്നതാണ്. അതേപ്രകാരം മറ്റൊരു പേര് യൗമുൽ ബഅസ്, ഉയർത്തെഴുന്നേൽപ്പിന്റെ ദിവസം എന്നതാണ്. മരണശേഷമുള്ള ജീവിതവും പുനരുദ്ധാരണവും നടക്കുന്നത് ഈ ദിവസമായതിനാൽ അല്ലാഹു തആല യൗമുൽ ബഅസ് എന്ന് പ്രയോഗിച്ചിട്ടുണ്ട്. വിശുദ്ധ ഖുർആനിൽ യാ അയ്യുഹന്നാസ്, ഓ ജനങ്ങളെ, ഇൻ കുൻതും ഫീ റൈബിൻ മിനൽ ബഅസ്, ഉയർത്തെഴുന്നേൽപ്പിനെ പറ്റി, ആ ദിവസത്തിനെ കുറിച്ച് നിങ്ങൾ സംശയത്തിലാണെങ്കിൽ ആലോചിച്ചു നോക്കുക എന്ന് അള്ളാഹു പറഞ്ഞിട്ടുണ്ട്. അപ്പൊ യൗമുൽ ബഅസ് എന്ന് അന്ത്യനാളിനെ അള്ളാഹു വിശേഷിപ്പിച്ചു. മറ്റൊന്ന് യൗമുൽ ഫസ്ലി എന്നാൽ തീരുമാനത്തിന്റെ ദിവസം എന്നാണ്. ഫസ്ലിന്റെ അർത്ഥം തീരുമാനം എന്ന. യൗമുൽ ഫസ്ൽ തീരുമാനത്തിന്റെ ദിവസം. ജനങ്ങളെ നീതിനിഷ്ഠമായി വേർതിരിച്ച് തീരുമാനമെടുക്കുന്നത് ഈ ദിവസത്തിലായതുകൊണ്ട് അള്ളാഹു ആ പേര് കൊടുത്തു, യൗമുൽ ഫസ്ൽ, തീരുമാനമെടുക്കുന്ന ദിവസം. യൗമു തലാഖ്, പരസ്പരം കണ്ടുമുട്ടുന്ന ദിവസം, പരസ്പരം കണ്ടുമുട്ടുന്ന ദിവസം എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല അന്ത്യനാളിന് പേര് പറഞ്ഞിട്ടുണ്ട്. ആ ദിവസത്തിലാണ് സൃഷ്ടികൾ സൃഷ്ടാവിനെ കണ്ടുമുട്ടുന്നത്, സൃഷ്ടികൾ പരസ്പരം കണ്ടുമുട്ടുന്നത്, നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയവർ കണ്ടുമുട്ടുന്നത്, ഇതിനുശേഷം വരാനുള്ള എല്ലാവരും പരസ്പരം കണ്ടുമുട്ടുന്ന ദിവസമായതുകൊണ്ട് യൗമു തലാഖ് എന്ന് അള്ളാഹു പറഞ്ഞു. മറ്റൊരു പേര് യൗമുൽ ഹിസാബ് എന്നതാണ്, വിചാരണയുടെ ദിവസം. വിചാരണയുടെ ദിവസം, ഹിസാബ്, വിചാരണ. ജനങ്ങൾ ഭൗതികമായ ജീവിതത്തിൽ ചെയ്തിട്ടുള്ള എന്തെല്ലാം കർമ്മങ്ങളുണ്ടോ ആ കർമ്മങ്ങളുടെ എല്ലാം പൂർണ്ണമായ വിചാരണ നടക്കുന്നത് നാളെ പരലോകത്തിലാണ്, അന്ത്യനാളിലാണ്. അതുകൊണ്ട് ഈ ദിവസത്തിന് യൗമുൽ ഹിസാബ് എന്ന പേര് വന്നു. മറ്റൊന്ന് യൗമു തനാദ് എന്നതാണ്. യൗമു തനാദ്, പരസ്പരം വിളിച്ചു കേഴുക. തനാദ് പറഞ്ഞാല് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം വിളിച്ച് തന്റെ ആവശ്യങ്ങളും തന്റെ പരാതികളും വിളിച്ചു കേഴുന്ന ദിവസം എന്നതാണ്. എല്ലാ മനുഷ്യരെയും അവരുടെ നേതാവിനോടൊപ്പം വന്ന് വിളിച്ചു കൂട്ടപ്പെടും. സ്വർഗക്കാർ നരകക്കാരെയും നരകക്കാർ സ്വർഗക്കാരെയും വിളിക്കും. അറാഫുകാർ വിളിക്കും. ഇക്കാരണം കൊണ്ടാണ് ഈ ദിവസത്തിന് ഇങ്ങനെ യൗമു തനാദ് എന്ന ഒരു പേര് വന്നത്. മറ്റൊരു പേര് യൗമുൽ ജംഅ് എന്നതാണ്. എല്ലാവരെയും ഒരുമിച്ച് കൂട്ടപ്പെടുന്ന ദിവസം. മുഴുവൻ സൃഷ്ടിജാലങ്ങളെയും വിചാരണ സ്ഥലത്ത് റഹ്മാനായ റബ്ബിന്റെ കോടതിയിൽ എല്ലാവരെയും ഒരുമിച്ച് കൂട്ടപ്പെടും. ഒരാളും ഒഴിവാവുകയില്ല, ഒരാൾക്കും രക്ഷപ്പെടാൻ കഴിയില്ല. അതിനാൽ അന്ത്യനാളിന് യൗമുൽ ജംഅ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പേര് വെച്ചു. മറ്റൊരു പേര് യൗമുൽ വഈദ് എന്നതാണ്, താക്കീദിന്റെ ദിവസം. അവിശ്വാസികളോടുള്ള റഹ്മാനായ റബ്ബിന്റെ താക്കീത് പുലരുന്നത് ഈ ദിവസത്തിലാണ്. വിശുദ്ധ ഖുർആനിലൂടെ പല താക്കീതുകളും കേൾക്കുന്നവരാണ് നമ്മൾ. ആ താക്കീതുകളെല്ലാം നേർക്ക് നേരെ കാണുകയും അനുഭവിക്കുകയും ചെയ്യുന്ന ഒരു ദിവസമാണ് അന്ത്യനാൾ. അതുകൊണ്ട് അതിന് യൗമുൽ വഈദ്, താക്കീദിന്റെ ദിവസം എന്ന് വിശുദ്ധ ഖുർആൻ പ്രയോഗിച്ചിട്ടുണ്ട്. മറ്റൊന്ന് യൗമുൽ ഫത്ഹ് എന്നതാണ്, തീരുമാനത്തിന്റെ ദിവസം, അതല്ലെങ്കിൽ വിജയത്തിന്റെ ദിവസം. അവിടെ എല്ലാത്തിനും തീരുമാനമെടുക്കും. സത്യവിശ്വാസികളാകുന്ന ആളുകൾക്ക് അവരുടേതായ വിജയം ലഭ്യമാകുന്ന ദിവസമാണത്. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ യൗമുൽ ഫത്ഹ് എന്ന പേര് പറഞ്ഞിട്ടുണ്ട്. മറ്റൊന്ന് യൗമുൽ ഖുലൂദ്, ശാശ്വത വാസത്തിനുള്ള ദിവസം. പിന്നീട് ഒരിക്കലും ഒരു മടങ്ങി വരവില്ല, ഒരു മടക്കമില്ല. ആ ദിവസം മുതലുള്ള ജീവിതം പിന്നീട് ശാശ്വതമാണ്, അത് അനന്തമാണ്, അതങ്ങനെ നീളും. പിന്നീട് ഒരു ചുരുക്കമില്ല. നമ്മുടെയൊക്കെ ഭൗതികമായ ജീവിതത്തിന് ഒരവസാനമുണ്ട്. പക്ഷെ അന്ത്യനാൾ മുതലുള്ള ജീവിതത്തിന് പിന്നീട് ഒരു അവസാനമില്ലാത്തത് കൊണ്ട് അല്ലാഹു തആല ആ ദിവസത്തിന് യൗമുൽ ഖുലൂദ്, ശാശ്വതവാസത്തിനുള്ള ദിവസം എന്ന് പറഞ്ഞു. മറ്റൊന്ന് യൗമുൽ ഖുറൂജ് എന്നാണ് അല്ലാഹു പ്രയോഗിച്ചത്. ഖുറൂജ് എന്നാൽ പുറപ്പാട് എന്നതാണ്. യൗമുൽ ഖുറൂജ്, പുറപ്പാടിന്റെ ദിവസം. ജനങ്ങൾ അവരുടെ ഖബറുകളിൽ നിന്ന് മറ്റൊരു ജീവിതത്തിലേക്ക്, മരണത്തിന് ശേഷം ബർസഖിയായ ലോകത്ത്, ആ ബർസഖിയായ ലോകത്ത് നിന്ന് ഖബർ ജീവിതത്തിൽ നിന്ന് മറ്റൊരു ജീവിതത്തിലേക്ക് പുറപ്പെടുന്ന ദിവസമാണത്. അതുകൊണ്ട് അതിന് യൗമുൽ ഖുറൂജ് എന്ന് അല്ലാഹു തആല പേരിട്ടു. മറ്റൊരു പേര് യൗമുൽ ഖുസ്ർ എന്നതാണ്, നഷ്ടം നേരിടുന്ന ദിവസം. വയൗമ തഖൂമുസ് സാഅതു യൗമഇദിൻ യഖ്സറുൽ മുബ്തലിഊൻ, ആ അന്ത്യസമയം നിലവിൽ വരുന്ന ദിവസം അന്നായിരിക്കും അസത്യവാദികൾക്ക് നഷ്ടം നേരിടുന്ന ദിവസം എന്ന് അല്ലാഹു തആല പറഞ്ഞു, യൗമുൽ ഖുസ്ർ. അതേ പ്രകാരം യൗമുൽ ഹസ്റ എന്ന് റബ്ബ് തആല പ്രയോഗിച്ചിട്ടുണ്ട്. യൗമുൽ ഹസ്റ, നഷ്ടബോധത്തിന്റെ ദിവസം.
പല കാരണങ്ങളാൽ അന്ത്യദിനത്തിനെ കുറിച്ച് നഷ്ടബോധത്തിന്റെ ദിവസം എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രയോഗിച്ചിട്ടുണ്ട്. അള്ളാഹുവിന്റെ സ്വർഗം നഷ്ടപ്പെടലാണ് ഏറ്റവും വലിയ നഷ്ടം. അതുകൊണ്ട് ആ ദിവസത്തെ കുറിച്ച് അള്ളാഹു സുബ്ഹാനഹു വ തആല യൗമുൽ ഹസ്റ എന്ന പേര് വന്നു. മറ്റൊരു പേര് യൗമു തഗാബുൻ എന്നതാണ്. യൗമു തഗാബുൻ, നഷ്ടം വെളിപ്പെടുന്ന ദിവസം. നഷ്ടം വെളിപ്പെടുന്ന ദിവസം. ഭൗതികമായ നൈമിഷികമായ ഈ ജീവിതത്തിൽ വെച്ച് നടത്തിയ എല്ലാ വ്യാപാരങ്ങളുടെയും കണക്ക് പരിശോധിച്ച്, നമ്മുടെ ജീവിതത്തിൽ നാം ചെയ്ത എല്ലാ പ്രവർത്തനങ്ങളുടെയും കണക്ക് പരിശോധിച്ച്, ആർക്കെല്ലാമാണ് നഷ്ടം പിണഞ്ഞിരിക്കുന്നത്, ആർക്കെല്ലാമാണ് ലാഭം കിട്ടിയിരിക്കുന്നത് എന്ന് തിട്ടപ്പെടുത്തുന്ന ദിവസം അത് പരലോകമാണ്, അത് അന്ത്യനാളാണ്. അതുകൊണ്ട് അല്ലാഹു യൗമു തഗാബുൻ എന്ന് പറഞ്ഞു. മറ്റു ചില സ്ഥലങ്ങളിൽ അല്ലാഹു യൗമുൽ മഊദ്, വാഗ്ദാനം ചെയ്യപ്പെട്ട ദിവസം എന്ന് പറഞ്ഞിട്ടുണ്ട്. വാഗ്ദാനം ചെയ്യപ്പെട്ട ദിവസം. അൽ യൗമുൽ മഊദ് യൗമൽ ഖിയാമ, വിശുദ്ധ ഖുർആനിൽ വൽ യൗമുൽ മഊദ് എന്ന് പറഞ്ഞത് ആ വാഗ്ദാനം ചെയ്യപ്പെട്ട ദിവസം അന്ത്യനാളാണ് എന്ന് മഹാനായ അബീ ഹുറൈറയിൽ നിന്ന് നിവേദനം ചെയ്ത ഒരു ഹദീസിൽ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു. യൗമുൽ മഊദ് എന്നൊരു പേരുണ്ട്. മറ്റൊരു പേര് യൗമുൻ മഷ്ഹൂദ് എന്നതാണ്. എല്ലാവരും ഹാജറുണ്ടാകുന്ന ദിവസം, എല്ലാവരും ഹാജരാക്കപ്പെടുന്ന ദിവസം. അവിടെ പ്രവാചകന്മാരുണ്ടാകും, മലക്കുകളുണ്ട്, ജിന്നുകളുണ്ട്, മനുഷ്യരുണ്ട്, തുടങ്ങി ഏതെല്ലാം സൃഷ്ടികളുണ്ടോ അതെല്ലാം സമ്മേളിക്കുന്ന ദിവസമായതിനാൽ അതിന് യൗമുൻ മഷ്ഹൂദ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പേര് പറഞ്ഞു. മറ്റൊരു പേര് യൗമൻ സഖീല, ഭാരമേറിയ ദിവസം എന്നതാണ്. ഭാരമേറിയ ദിവസം. അല്ലാഹു തആല വയദറൂന വറാഅഹും യൗമൻ സഖീല, ഭാരമേറിയ ഒരു ദിവസത്തിന്റെ കാര്യം അവൻ തങ്ങളുടെ പുറകിൽ വിട്ടുകളയുകയും ചെയ്യുന്നു എന്ന് പറഞ്ഞ് പരലോകത്തിന് അന്ത്യനാളിനെ കുറിച്ച് യൗമൻ സഖീല, ഭാരമേറിയ ദിവസം എന്ന് പറഞ്ഞിട്ടുണ്ട്. അൽ ഖാരിഅ, ഭയങ്കരമായ സംഭവം എന്ന മറ്റൊരു പേര് കാണാം. കാതുകളെയും ഹൃദയങ്ങളെയും നടുക്കിക്കളയുന്ന വിധം ഭയാനകരമായതിനാലാണ് അള്ളാഹു ആ അന്ത്യദിനത്തിന്, അന്ത്യനാളിന്, അവസാന നാളിന് അൽ ഖാരിഅ, ഏറ്റവും ഭയങ്കരമായ സംഭവം എന്ന് അള്ളാഹു തആല പറഞ്ഞത്. മറ്റൊരു പേര് എന്താണ്? അത്വാമത്തുൽ കുബ്റ. അത്വാമത്തുൽ കുബ്റ, വലിയ വിപത്ത് എന്നാണ് അതിന്റെ അർത്ഥം. ത്വാമത്ത് പറഞ്ഞ വിപത്ത്, കുബ്റ വലിയത്. അത്വാമത്തുൽ കുബ്റ, ഏറ്റവും വലിയ വിപത്ത്, ഏറ്റവും വലിയ വിപത്ത്. അതിനേക്കാളും വലിയ ഒരു വിപത്തില്ല. എല്ലാവിധ ആപത്തുകളെയും വിസ്മരിച്ചു കളയുന്ന, മറന്നു കളയുന്ന, ലോകത്തെ ആകമാനം ബാധിക്കുന്ന മറ്റേതൊരു വിപത്തുകളും ചില സ്ഥലങ്ങളെയോ ചില രാജ്യങ്ങളെയോ ചില വ്യക്തികളെയോ മാത്രമേ ബാധിക്കൂ. പക്ഷേ അന്ത്യനാളാകുന്ന വിപത്ത് ലോകത്തെ മുഴുവൻ ആകമാനം ബാധിക്കും. അതുകൊണ്ട് ഏറ്റവും വലിയ വിപത്ത് ഖിയാമത്ത് നാളിലെ വിപത്താണ്. അതുകൊണ്ട് അല്ലാഹു തആല അതിന് അത്വാമത്തുൽ കുബ്റ എന്ന പേര് പറഞ്ഞു. മറ്റൊരു പേര് അസ്വാഖ എന്നതാണ്. സ്വാഖത്ത് എന്ന് പറഞ്ഞാൽ ചെകിടടപ്പിക്കുന്ന ശബ്ദം എന്നതാണ്. ഭീകരതയാൽ നമ്മുടെ ചെവികളിലെല്ലാം അലയടിക്കുന്ന അന്ത്യനാളിന്റെ ഘോരമായ അതിഗൗരവമുള്ള ഒരു ശബ്ദമാണത്. അതിന് എന്ന് അന്ത്യനാളിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. മറ്റൊരു പേര് അൽ വാഖിഅ, സംഭവം. സംഭവം നമ്മൾ സൂറത്തുൽ വാഖിയയിൽ വിശദീകരിച്ചു. ആ ലോകാവസാന സമയമാകുന്ന ഖിയാമത്ത് നാളിനെ കുറിച്ച് അല്ലാഹു അൽ വാഖിഅ എന്ന് പറഞ്ഞിരിക്കുന്നത് ലോകത്ത് സംഭവിക്കുവാനിരിക്കുന്ന ഏറ്റവും ഭയങ്കരമായ സംഭവം എന്ന നിലക്ക്. ആ സംഭവം അത് തീർച്ചയായും ഉണ്ടാകുക തന്നെ ചെയ്യും, അതിലൊരു സംശയവുമില്ല. ആ നിലക്ക് അല്ലാഹു തആല അൽ വാഖിഅ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതേ പ്രകാരം യൗമുൽ ആസിഫ, അസിഫത്തിൽ ആസിഫ, ആസന്നമായ സംഭവം, ഭാവിയിൽ ഉറപ്പായും വരാനിരിക്കുന്ന മഹാവിപത്ത്. അതുകൊണ്ട് അല്ലാഹു അസിഫത്തിൽ യൗമുൽ ആസിഫ എന്ന പേര് പറഞ്ഞിട്ടുണ്ട്. അതേ പ്രകാരം അൽ ഖാശിയ, മൂടുന്ന സംഭവം. ഭീകരത എല്ലാ വസ്തുക്കളെയും ഒന്നടങ്കം ബാധിക്കുകയും മൊത്തത്തിൽ എല്ലാ ജനങ്ങളെയും ആവരണം ചെയ്യുകയും ചെയ്യുന്ന ദിവസം, എല്ലാവരെയും മൂടുന്ന, എല്ലാവരെയും ബാധിക്കുന്ന ദിവസമായതുകൊണ്ട്, സംഭവമായതുകൊണ്ട് ആ ദിവസത്തിന് അൽ ഖാശിയ, മൂടുന്ന സംഭവം എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. അതിൽപ്പെട്ട ഒരു നാമമാണ് അന്ത്യനാളിന്. ഇങ്ങനെ വിവിധങ്ങളായ പേരുകളുണ്ട്. ഈ പേരുകളും നാമങ്ങളും എല്ലാം ആ ഭയാനകരമായ അന്ത്യനാളിന്റെ അതിന്റെ ഭയാനകതയാണ് സൂചിപ്പിക്കുന്നത്. അതുപോലെ അല്ലാഹു തആല വിശുദ്ധ ഖുർആനിൽ പറഞ്ഞ മറ്റൊരു പേരാണ് അൽ ഹാഖ. അൽ ഹാഖ, യഥാർത്ഥ സംഭവം, യഥാർത്ഥ സംഭവം. അൽ ഹാഖതു മൽ ഹാഖ. അൽ ഹാഖ, ആ യഥാർത്ഥ സംഭവം. മൽ ഹാഖ, എന്താണ് ആ യഥാർത്ഥ സംഭവം? എന്താണ് ആ യഥാർത്ഥ സംഭവം?
ഖിയാമത്ത് നാളാണ് അൽ ഹാഖ യഥാർത്ഥ സംഭവം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. യഥാർത്ഥമായി സംഭവിക്കുകയും എന്തായിരുന്നാലും ഉണ്ടാവുകയും വിചാരണയും നമ്മുടെ ശിക്ഷകളും രക്ഷകളും പ്രതിഫലവും എല്ലാ കാര്യങ്ങളും യാഥാർത്ഥ്യങ്ങളായി തീരുന്നതുമായ ഒരു ദിവസമാണ് ഖിയാമത്ത് നാൾ. അതുകൊണ്ട് അല്ലാഹു തആല പ്രയോഗിച്ച പ്രയോഗമാണ്. അതിന്റെ ഗൗരവത്തെ നമ്മെ ബോധ്യപ്പെടുത്തുവാൻ അല്ലാഹു അതിശക്തമായി പഠിപ്പിച്ച ഒരു പ്രയോഗമാണ്, വാക്കാണ് അൽ ഹാഖത്തു മൽ ഹാഖ. ആ യഥാർത്ഥ സംഭവം, മൽ ഹാഖ എന്താണ് ആ യഥാർത്ഥ സംഭവം? വമാ അദ്റാക മൽ ഹാഖ. വമാ അദ്റാക നിനക്ക് എന്തറിയാം? വമാ അദ്റാക നിനക്ക് എന്തറിയാം? മൽ ഹാഖ. മൽ ഹാഖ യഥാർത്ഥ സംഭവം എന്താണെന്ന്, യഥാർത്ഥ സംഭവം എന്താണെന്ന് നിനക്ക് എന്തറിയാം? ഇതാണ് ഈ പദങ്ങളുടെ അർത്ഥം. അൽ ഹാഖ ആ യഥാർത്ഥ സംഭവം, മൽ ഹാഖ യഥാർത്ഥ സംഭവം എന്നാൽ എന്താണ്? വമാ അദ്റാക മൽ ഹാഖ യഥാർത്ഥ സംഭവം എന്താണെന്ന് നിനക്ക് എന്തറിയാം? ഈ 3 ആയത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല അന്ത്യനാളിന്റെ ഗൗരവം, അതിന്റെ പ്രാധാന്യം അതിലേക്ക് സൂചന നൽകി. ആ ഭയാനകരമായ ദിവസത്തിലേക്ക് ശ്രദ്ധ ക്ഷണിക്കുകയാണ് ഈ 3 വാചകങ്ങളിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ചെയ്യുന്നത്. തുടർന്നുള്ള വചനങ്ങളിൽ ഈ അന്ത്യനാളിനെ, ഇപ്പൊ നമ്മൾ അന്ത്യനാളിന്റെ വിവിധങ്ങളായ പേരുകൾ അല്ലാഹു തആല വിശുദ്ധ ഖുർആനിൽ വിവിധ സ്ഥലങ്ങളിൽ പറഞ്ഞ വിവിധ പേരുകൾ, അതിന്റെ അർത്ഥങ്ങൾ നാം മനസ്സിലാക്കി. എന്നാൽ ഇതിനെയെല്ലാം നിഷേധിച്ചിരുന്ന ചില ആളുകൾ ഉണ്ടായിരുന്നു. ഇന്നുമുണ്ടല്ലോ അന്ത്യനാളിനെ നിഷേധിക്കുന്ന, മരണത്തോടുകൂടെ എല്ലാം അവസാനിച്ചു എന്ന് പറയുന്ന ചില ആളുകളുണ്ട്. അള്ളാഹുവിന്റെ റസൂലിന്റെ കാലത്തും അങ്ങനെ ചില നിഷേധികൾ ഉണ്ടായിരുന്നു. ആ നിഷേധിച്ചിരുന്ന സമുദായങ്ങൾക്ക് റഹ്മാനായ റബ്ബിൽ നിന്ന് ഉണ്ടായ ചില ശിക്ഷകളെയാണ് തുടർന്നുള്ള ആയത്തുകളിൽ, അഥവാ 12 വരെയുള്ള ആയത്തുകളിൽ അള്ളാഹു ചൂണ്ടിക്കാണിക്കുന്നത്. പരലോകത്തിനെ, അൽ ഹാഖയെ നിഷേധിച്ച ആളുകൾക്ക് റബ്ബിൽ നിന്നുണ്ടായ ശക്തമായിരിക്കുന്ന ശിക്ഷ ഏതൊക്കെയാണ്? ആ സമൂഹം ഒരു സാമ്പിളിന് വേണ്ടി മാത്രം അല്ലാഹു തആല എടുത്തു കാട്ടുകയാണ്. കസ്സബത് സമൂദ് വആദും ബിൽ ഖാരിഅ. കസ്സബത് കളവാക്കി, സമൂദ് ഗോത്രം കളവാക്കി, വആദുൻ ആദ് സമൂഹവും, ആദുകാരും സമൂദകാരും കളവാക്കി. ഏതിനെ? അൽ ഹാഖയെ, അന്ത്യനാളിനെ കളവാക്കി. ബിൽ ഖാരിഅ ഭയങ്കരമായ സംഭവത്തെ. ഹാഖ അന്ത്യനാളിന്റെ ഒരു പേരാണ്, നമ്മൾ പറഞ്ഞു. അൽ ഖാരിഅ ഭയങ്കരമായ സംഭവം. ആ ഭയങ്കരമായ സംഭവത്തെ സമൂദും അതുപോലെ ആദ് സമൂഹവും കളവാക്കി. അപ്പോൾ എന്ത് ചെയ്തു അവരെ? ഫഅമ്മാ സമൂദു ഫഉഹ്ലികൂ ബിത്വാഗിയ. ഫഅമ്മാ സമൂദു എന്നാൽ സമൂദുകാരെ, ആ സമൂദ് ഗോത്രക്കാരെ, ഫഉഹ്ലികൂ അവരെ നശിപ്പിക്കപ്പെട്ടു, അവരെ ഹലാക്കാക്കി, അവരെ നശിപ്പിക്കപ്പെട്ടു. എന്തുകൊണ്ട്? ബിത്വാഗിയ അതിരുകവിഞ്ഞ സംഭവം കൊണ്ട്, അതിരുകവിഞ്ഞ ഒരു സംഭവം കൊണ്ട് സമൂദ് ഗോത്രക്കാരെ നശിപ്പിക്കപ്പെട്ടു. അതായിരുന്നു അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് നൽകിയ ശിക്ഷ എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. ഫഅമ്മാ സമൂദ് ഫഉഹ്ലികൂ ബിത്വാഗിയ. ആദ് സമൂഹവും അതുപോലെ സമൂദ് ഗോത്രവും ഒക്കെ ഭയങ്കരമായ സംഭവം എന്നല്ലാഹു പറഞ്ഞ അന്ത്യനാളിനെ നിഷേധിക്കുകയും അതിനെ പരിഹസിക്കുകയും ഇല്ലെന്ന് പറയുകയും ഒക്കെ ചെയ്ത ഒരു സമൂഹമാണ്. അതിലൊരു സമൂഹം സമൂദാണ്. ആ സമൂദ് ഗോത്രം സ്വാലിഹ് നബി അലൈഹിസ്സലാമിന്റെ ജനതയാണ്. ഫഉഹ്ലികൂ ബിത്വാഗിയ സമൂദിനെ അല്ലാഹു നശിപ്പിച്ചത് അതിരുകവിഞ്ഞ സംഭവം കൊണ്ടാണ് എന്നല്ലാഹു പറയുന്നു. കഴിഞ്ഞുപോയ നമ്മൾ പഠിച്ച പല സൂറത്തുകളിലൂടെ, സൂറത്തുൽ ഹൂദിൽ, ശുഅറായിൽ, നംലിൽ, ഖമറിൽ എല്ലാം അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് സമൂദ് ഗോത്രത്തിനെ അവർക്ക് നൽകിയ ശിക്ഷയെക്കുറിച്ച് ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. നമുക്കറിയാം ഈ സമൂദ് ഗോത്രം വലിയ അക്രമകാരികളായിരുന്നു, മർദ്ദകരായിരുന്നു. ആ സമൂഹത്തിലെ ഏറ്റവും വലിയ ഉന്നതന്മാരാകുന്ന ആളുകൾ അഹങ്കാരികളായി മാറി. നികൃഷ്ടരായ ഒരു മനുഷ്യത്വം പോലും ഇല്ലാത്ത സമൂഹം അവരുടെ നേതൃത്വം കൈയടക്കുകയും ചെയ്തു.
അതോടുകൂടെ മഹാനായ സ്വാലിഹ് നബി അലൈഹിസ്സലാമിന്റെ ഉത്ബോധനങ്ങളെ സ്വീകരിക്കാൻ അവർ സന്നദ്ധരായില്ല. അദ്ദേഹത്തിനെ അവർ തള്ളിക്കളഞ്ഞു. ബഹുദൈവ ആരാധകരും വിഗ്രഹാരാധകരുമായി അവർ മാറി. ഒരു ചെറിയ വിഭാഗം മാത്രമാണ് മഹാനായ സ്വാലിഹ് നബി അലൈഹിസ്സലാമിനെ അനുസരിച്ചത്. അവസാനം ആ സമൂഹം സ്വാലിഹ് നബി അലൈഹിസ്സലാമിൽ നിന്ന് അദ്ദേഹം പ്രവാചകനാണെന്നതിന് തെളിവായി വല്ലതും കിട്ടണം എന്ന് ആവശ്യപ്പെട്ടു. അള്ളാഹുവിന്റെ സഹായത്താൽ അത്ഭുതകരമായി ഒരു ഒട്ടകത്തെ അവർക്ക് മുമ്പിൽ പ്രത്യക്ഷപ്പെടുത്തി. ആ ഒട്ടകത്തെ ദ്രോഹിക്കരുതെന്നും അതിനെ വല്ല നിലക്കും ഉപദ്രവിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ശിക്ഷ ബാധിക്കുമെന്നും സ്വാലിഹ് നബി അലൈഹിസ്സലാം അവർക്ക് ശക്തമായ മുന്നറിയിപ്പ് നൽകി. പക്ഷേ ആ മുന്നറിയിപ്പുകളെയെല്ലാം അവർ പുച്ഛിച്ചു തള്ളി. അതാണ് പിന്നീട് കണ്ടത്. വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ഖമറിൽ അത് വിശദമായി നമ്മെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. ആ മുന്നറിയിപ്പുകളെ, നിങ്ങൾ ഒട്ടകത്തെ ദ്രോഹിച്ചാൽ നിങ്ങൾക്ക് ശക്തമായ അള്ളാഹുവിന്റെ പരീക്ഷണങ്ങൾ ഉണ്ടാകും, ശിക്ഷയുണ്ടാകുമെന്ന ആ മുന്നറിയിപ്പിനെ പുച്ഛിച്ചു തള്ളി അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് മുഅ്ജിസത്തായി നൽകിയ ആ ഒട്ടകത്തെ അവർ അറുകൊല ചെയ്തു. അതോടുകൂടെ അവർക്ക് നൽകിയിട്ടുള്ള ആ താക്കീദിന്റെ ശിക്ഷയുടെ വരവറിയിച്ചുകൊണ്ട് അല്ലാഹു തആല പറഞ്ഞു, മഹാനായ സ്വാലിഹ് നബി അലൈഹിസ്സലാം അവരോട് പറഞ്ഞു, നിങ്ങൾ സ്വന്തം ഭവനങ്ങളിൽ 3 നാൾ ആനന്ദിച്ചു കഴിയുക. അത് കഴിഞ്ഞാൽ നിങ്ങളുടെ ശിക്ഷയായി. 3-ാം നാൾ രാത്രിയിൽ അന്ത്യയാമത്തിൽ ശിക്ഷ വന്നു. ഏതായിരുന്നു ആ ശിക്ഷ? അത് അതിഭയങ്കരമായ ഒരു സ്ഫോടനമായിരുന്നു. അപാരമായ, സഹിക്കാൻ കഴിയാത്ത സ്ഫോടനം. അതോടുകൂടെ ഭൂമി കുലുക്കം. നേരം വെളുത്തപ്പോ പ്രദേശത്ത് മനുഷ്യർ മുഴുവനും ചത്തൊടുങ്ങി. കന്നുകാലികൾ ചവിട്ടി മെതിച്ച വിള പോലെയായി മാറി ആ ജനത എന്നാണ് ചരിത്രം പഠിപ്പിച്ചു തരുന്നത്. അതിക്രമവും ദൈവനിന്ദയും കാണിച്ചപ്പോ മുൻഗാമികളായ പല സമൂഹത്തെയും അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ നിലയ്ക്ക് നശിപ്പിച്ചിട്ടുണ്ട് എന്ന് ചരിത്രം നമ്മോട് വിളിച്ചു പറയുന്നു. അല്ലാഹു നമ്മെ ബോധ്യപ്പെടുത്തുന്നതാണ്. നമുക്കറിയാം, ആ രാജ്യം ഇന്നും മലമ്പാറകൾ വെട്ടി നിർമ്മിച്ച അവരുടെ ഭവനങ്ങൾ, ക്ഷേത്രങ്ങൾ, ദർബാറുകൾ, അവയുടെയൊക്കെ അവശിഷ്ടങ്ങൾ, സ്വാലിഹ് നബി അലൈഹിസ്സലാമിനെ ഒട്ടകത്തെ അപായപ്പെടുത്തിയ സ്ഥലം, അത് വെള്ളം കുടിച്ച കിണർ എന്നിവയെല്ലാം ഇന്നും കാണാൻ കഴിയും. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, നിങ്ങൾ കരഞ്ഞുകൊണ്ടല്ലാതെ ആ പ്രദേശത്തേക്ക് നിങ്ങൾ പ്രവേശിക്കരുത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹിജ്റയിലെത്തിയപ്പോ സ്വഹാബികളോട് പറഞ്ഞത് ഹദീസുകളിൽ നമുക്ക് കാണാൻ കഴിയും. അള്ളാഹുവിന്റെ അന്ത്യനാളിനെ കുറിച്ച്, അതിന്റെ താക്കീതുകളെ തിരസ്കരിക്കുന്ന, അതിനെ നിഷേധിക്കുന്ന ആളുകൾക്കൊക്കെ റഹ്മാനായ റബ്ബിന്റെ ശിക്ഷയുണ്ടാകും. അത് മുൻകഴിഞ്ഞു പോയ പല സമൂഹത്തിനും ഉണ്ടായിട്ടുണ്ട്. അതിലൊരു സമൂഹമായിരുന്നു സമൂദ് എന്ന് അല്ലാഹു തആല നമ്മെ ബോധ്യപ്പെടുത്തുന്നു. അള്ളാഹുവിന്റെ കൽപ്പനകളും നിയമങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ പാലിച്ച് ജീവിതത്തെ ചിട്ടപ്പെടുത്തുവാൻ, യഥാർത്ഥ വിശ്വാസികളായി തീരുവാൻ അള്ളാഹു നമുക്കൊക്കെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നാളെ അള്ളാഹുവിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ സന്തോഷത്തോടെ ഒത്തുചേരുവാൻ നമുക്കൊക്കെ റബ്ബ് തആല ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.